ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗാലറി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയ്ക്ക് ആ വലിയ ദുരന്തം സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞ ഉടനെ എല്ലാവരും ജീവനും പണയം വെച്ച് ഓടുകയാണ് ഹോസ്പിറ്റലിലേക്ക്. കിട്ടിയ അവസരത്തിൽ നമ്മുടെ ബാലനെ കുറ്റപ്പെടുത്താനും ബാലനെ വിമർശിക്കാനുമായിട്ട് ശിവേട്ടൻ എന്ന് പറയുന്ന മുതൽ വിളിച്ചു. അപ്പോൾ ബാലൻ അവരോട് എനിക്കിവിടുന്ന് ഫ്ലൈറ്റ് കിട്ടിയില്ല ഹോസ്പിറ്റൽ വരെ എത്താനായിട്ട്, മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കാറെടുത്ത് ചെന്നെങ്കിൽ മാത്രമേ എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നല്ല മറുപടിയും കൊടുത്തു. അങ്ങനെ ഇക്കാര്യവും പറഞ്ഞ് ഇവർ രണ്ടുപേര് ഫോണും കട്ട് ചെയ്ത് നമ്മുടെ ബാലൻ ഇറങ്ങി ഓടും അലീനയോട് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട്. അലീനയോട് പറഞ്ഞു, പിള്ളേർ ഒരു കാരണവശാലും ഇത് അറിയാൻ പാടില്ല, നീ ഇത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ പോയി. പിന്നെ സർവ്വദൈവങ്ങളെയും വിളിച്ച് നമ്മുടെ അലീനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ തൻ്റെ റീതാമ്മച്ചിയുടെ മുന്നിൽ പോയി നിന്ന് ഞാൻ കാരണമാണ് ഇപ്പോൾ ഈ കുടുംബം ഈ പരുവത്തിലായതെന്നൊക്കെ പറഞ്ഞു. എന്തിനാ ബ്രീത്താമമ്മി എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിച്ച് ബ്രീത്താമമ്മിയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കരയും കേട്ടോ. അങ്ങനെ കരഞ്ഞും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നമ്മുടെ അലീന എൻ്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ അലീനയുടെ ചങ്ക് പൊട്ടി കരഞ്ഞ് അലീന അവിടെ ഇരിക്കുന്ന സമയത്ത് ബാലൻ ഓടി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയന്തി അവിടെ ICUവിലാണ്. അപ്പോൾ ICUവിൽ കഴിയുന്ന നമ്മുടെ വൈജയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ആ ഒരു ഹോളിലൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലന് സഹിച്ചില്ല. ബാലൻ ആകെ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാലൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ആ റിലേഷനിലുള്ള പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ബാലേട്ട എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു കേട്ടോ. എങ്ങനെയുണ്ട്, ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവർക്ക് ഡോക്ടറെ കാണാനൊന്നും പറ്റിയില്ല. എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണെന്നാണ് പറഞ്ഞതെന്നും അതുപോലെ ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ലെന്നാണ് പറഞ്ഞത്, വലിയ പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല, എന്നെ മണ്ടനാക്കി എന്നെ പൊട്ടനാക്കിയിട്ട് അത്ര പെട്ടെന്ന് അങ്ങ് പോകാവുന്നോ, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ബാലൻ ഇങ്ങനെ പുള്ളിക്കാരനോട് പറയുക. അപ്പോൾ ഈ വണ്ടി മറിഞ്ഞതിനെ പറ്റിയും അതിൽ സംഭവിച്ച ആ ഒരു വലിയ ആഘാതത്തെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ പറഞ്ഞത് വെച്ചറിയാമല്ലോ. പിന്നെ ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ. അതെല്ലാം ബാലനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ബാലൻ്റെ സ്വരമൊക്കെ ഇടറുന്നുണ്ട്. അങ്ങനെ ബാലന് സഹിക്കാൻ പറ്റുന്നില്ല. ബാലനാണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ഉള്ളിലെ സങ്കടം ഒരു കുറ്റപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചു. അതുപോലെ തന്നെ ആ വന്ന ചെറുപ്പക്കാരൻ ആ ചേട്ടനാണെങ്കിൽ നമ്മുടെ ബാലനെ സമാധാനിപ്പിച്ചും ഇതായിട്ടിരിക്കുന്നപ്പോഴത്തേക്കും ഡോക്ടർ ICUവിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ബാലൻ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇച്ചിരി ക്രിട്ടിക്കലാണെന്നും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകാനുണ്ട്, ബ്ലഡ് ഒത്തിരി പോയിട്ടുണ്ട്, അതുപോലെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ബാലനാണെങ്കിൽ തല മരച്ചിങ്ങനെ നിൽക്കുവാണ്. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഡോക്ടർ അവിടെ നിന്ന് പോയി. ബാലൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും മനു അങ്ങോട്ടേക്ക് ഓടി വന്നു കേട്ടോ. അപ്പോൾ മനു ഓടി വന്നു. പുറകെ കൊച്ചച്ചന്മാരൊക്കെ വരുന്നുണ്ട്, വലിയച്ചന്മാരൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് മനു ഓടി വന്ന ബാലനെ കണ്ടു. അങ്കിളെ എന്ന് പറഞ്ഞ് വിളിച്ചു. അവൾ എനിക്ക് തന്ന പണി കണ്ടോ മനു എന്നിങ്ങനെ ചോദിക്കുക. എന്താ അങ്കിളെ ശരിക്കും സംഭവിച്ചത് എന്ന് മനു ചോദിക്കുക. അപ്പോൾ ബാലൻ നടന്ന കാര്യങ്ങൾ മനുവിനോട് പറയുകയാണ്. വൈജയന്തി തൻ്റെ മുറിയിൽ വന്നതും അതുപോലെ തന്നെ ബാലൻ്റെ മകളാണ് അലീന എന്നുള്ള രീതിയിൽ, അതായത് ബാലൻ മറ്റൊരു പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആ രീതിയിലെല്ലാം വൈജയന്തി വന്നും ബാലനോട് സംസാരിച്ചതും പിന്നെ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കവും വൈജയന്തി അവിടെ നിന്ന് കലി കയറി ഇറങ്ങിപ്പോയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാലൻ ഇങ്ങനെ വിശദീകരിച്ച് പറയുക. ബാലൻ ഇതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മിക്കവാറും വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത് വിട്ടത് തന്നെയാണെന്ന് മനു പറഞ്ഞു. അതിനൊരു സംശയം വേണ്ട, അവരാണിതെല്ലാം വൈജയന്തിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് ബാലചന്ദ്രന് പറഞ്ഞു. അങ്ങനെ അതും കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോക്കാണ് എന്നൊക്കെ പറയുക കേട്ടോ. ആ സമയത്ത് മനു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്കിളെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ അവസ്ഥകളും കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് പറയുക. ഇനി നമുക്ക് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകേണ്ടി വരുമോ അങ്കിളെന്ന് ചോദിക്കുമ്പോൾ വരട്ടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മണ്ടനാക്കി പോകാൻ അവളെ കൊണ്ട് പറ്റത്തില്ല, അവൾ ഓരോന്നിൻ്റെയും കഥ അറിയാനിരിക്കുന്നതേ ഉള്ളൂ, ഇത് വെറും തുടക്കം മാത്രമാണെന്നും ഇനിയും വൈജയന്തിയെ തേടി ഒരുപാട് പരീക്ഷണങ്ങൾ ഇരിപ്പുണ്ടെന്നുള്ള കാര്യവും ബാലൻ ഇങ്ങനെ പറയുവാണ് മനുവിനോട്. അങ്കിൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ കണ്ടോ മനു എന്നും പറഞ്ഞു ബാലൻ മനുവിനോട് ഈ ഒരു ഇത് പറയുക. അങ്ങനെ മനുവും ബാലനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശിവനും രാജീവനും ഒരു ചൊറിച്ചിൽ.
അപ്പോൾ അവൻ ഒറ്റൊരുത്തൻ കാരണം ഇപ്പം ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് അവന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ബാലചന്ദ്രനെ. ഇവന്മാരെ കണ്ടിട്ട് ബാലൻ വലിയ മൈൻഡിനൊന്നും പോയില്ല. അപ്പോഴത്തേക്കും അലീനയ്ക്ക് ടെൻഷനായി. അലീന ആണെങ്കിൽ അവിടെ ഇരുന്ന് വിളിയോട് വിളി. അപ്പോഴത്തേക്ക് അലീനയുടെ കോള് കണ്ടപ്പം ബാലൻ ഈ ഫോണും എടുത്ത് അപ്പുറത്തേക്ക് മാറി അങ്ങ് പോയി വിളിക്കാനായിട്ട്. അപ്പോൾ ബാലൻ അപ്പുറം പോയി നിന്ന് അലീനയെ വിളിച്ചു. ഹലോ അച്ഛാ, എന്തായി അച്ഛാ, എന്തായി കാര്യങ്ങൾ, എന്താ ഡോക്ടർ പറഞ്ഞ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ ICUലാണുള്ളത്. വണ്ടിയുടെ ആ ഒരു ഇടി കുറച്ച് ആഘാതം നിറഞ്ഞതായിരുന്നു എന്നും അതുപോലെ തലയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ബാലൻ അലീനയോട് പറയുവാണ്. നീ നന്നായി പ്രാർത്ഥിക്കുക, നിൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരരുതേ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാലനാണെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക, പിള്ളേരോട് വിവരങ്ങളൊന്നും പറയണ്ട, എല്ലാം നോക്കിക്കൊള്ളണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അലീനയെ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കി അലീനയെ ആ ഒരു എന്നാ പറയുന്നത് ഭയങ്കര ഒരു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് ബാലനിങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. അലീന ഫോണും കട്ട് ചെയ്ത് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് വിഷമിച്ച് ആ റൂമിലൂടെ ഇങ്ങനെ നടക്കുക. ഈ സമയത്താണെങ്കിലോ നമ്മുടെ രാജീവനും ശിവേട്ടനും കൂടി മനുവിൻ്റെ മുന്നിൽ വന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിവരങ്ങളെല്ലാം ഇവരോട് മനു പറഞ്ഞു. ആ സമയത്ത് അവൻ എന്നാ പറഞ്ഞേ, ബാലൻ എന്ന് പറയുന്നവൻ എന്നാ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ അങ്കിൾ ഇവിടെ ഉണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ ചൊറിയാൻ പോകേണ്ട ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനു ഇവരോട് വ്യക്തമായി ധാരണയോടുകൂടി സംസാരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുകയാണ്, അവൻ കാരണം ഞങ്ങളുടെ പെങ്ങൾക്ക് ഇങ്ങനെ വന്നത്, അവളുടെ ജീവിതം അവൻ നശിപ്പിച്ച് കളഞ്ഞു, കോണ്ടവളുമാരുടെ കൂടെ അഴിഞ്ഞാടി നടന്ന് കൊച്ചിനെ ഉണ്ടാക്കി അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചു തുടങ്ങിയ രീതിയിലൊക്കെ ഇവരിങ്ങനെ നമ്മുടെ മനുവിനോട് സംസാരിക്കാം. അപ്പം നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, ആൻറ്റിയുടെ ഫ്ലാഷ് ബാക്കും അത്ര നല്ലതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഒന്നും മിണ്ടാതെ മര്യാദയ്ക്ക് മുന്നോട്ട് പോയാൽ തലയിൽ തുണിയിടാതെ നിങ്ങൾക്ക് നടക്കാം എന്ന് മനു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അശ്ശടാ, ഇവനിതെങ്ങനെ അറിഞ്ഞു, ഇവനിതെങ്ങനെ അറിയാനാ വഴി, ഇവൻ അറിയാൻ വഴി ഇല്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. മനു അങ്ങ് പോയി കഴിഞ്ഞപ്പം അതെന്താ അവൻ അങ്ങനെ പറഞ്ഞതെന്ന് രാജീവൻ ശിവനോട് ചോദിക്കാം. അല്ല, വൈജയുടെ ആഗ്രയിലെ കഥയൊക്കെ ഇവനെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം ഇതിലെന്തോ നമ്മൾ അറിയാത്തതായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ശിവേട്ട എന്ന് രാജീവൻ പറഞ്ഞു. ഇനി ഒരു പക്ഷേ ബാലചന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ, ബാലചന്ദ്രൻ അങ്ങനെ വൈജയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ആയിരിക്കുമോ ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്, പറയാൻ പറ്റില്ലേ എന്നും പറഞ്ഞ് ഇവന്മാരിങ്ങനെ പറയുമ്പോൾ അതൊന്ന് അന്വേഷിച്ച് അറിയണമല്ലോ എന്ന് രാജീവനും പറഞ്ഞു. അങ്ങനെ എങ്ങാനും ബാലചന്ദ്രൻ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈജയുടെ ചരിത്രം എന്തെങ്കിലും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ഇപ്പം ഈ ചെയ്യുന്നത് വൈജയോടുള്ള പ്രതികാര ബുദ്ധിയാകാൻ വഴിയില്ലേ എന്ന് ശിവൻ രാജീവനോട് ചോദിക്കുക. അപ്പോൾ രാജീവനോടത് ചോദിച്ചപ്പം രാജീവനും അത് ശരിയാണ് എന്ന് പറഞ്ഞു. എന്തൊക്കെയോ ഇതിനിടയിൽ നമ്മൾ അറിയാതെ നീറി പുകയുന്നുണ്ടെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, വൈജയുടെ ഈ ആക്സിഡൻറ്റ് പോലും അതിൽ നിന്നുണ്ടായതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന രീതിയിലൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുവാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇവർ ആകെ പകച്ച് നിൽക്കുക കേട്ടോ. എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ശിവനെന്ന് പറയുന്ന ആൾക്കൊരു ബുദ്ധി, എടാ ഒരു കാര്യമുണ്ട്. എന്താ ശിവേട്ടാ, ഇപ്പോൾ ബാലചന്ദ്രൻ ഇവിടെ ഹോസ്പിറ്റലാണ്, അവൾ അലീനയെന്ന് പറയുന്നവൾ അവിടെ വീട്ടിൽ തനിച്ചേ ഉള്ളൂ, വൈജ ഈ ഹോസ്പിറ്റലിൽ കിടക്കുകയും ബാലചന്ദ്രൻ വൈജയ്ക്ക് കാവലിരിക്കുകയും മനുവും ഒക്കെ ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ആ പെണ്ണിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇതൊരു അവസരമായിട്ട് നമുക്ക് എടുത്തുകൂടെ എന്നീ ശിവൻ ചോദിക്കുക രാജീവനോട്. അപ്പോൾ രാജീവൻ നിന്ന് ആലോചിക്കുക, നടത്താൻ പറ്റുമോ? നടത്തണം, അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇതിൽ പരം ഒരു അവസരം ഇനി നമുക്ക് കിട്ടത്തില്ല. അവളെ എങ്ങോട്ട് മാറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവളെ എവിടെയെങ്കിലും കൊണ്ട് തള്ളണമെന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രണ്ടവന്മാരും കൂടെ അതിന് പ്ലാൻ ഒരുക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയോട് വിളിച്ച് അലീന വിവരങ്ങളെല്ലാം പറയുവാണ്. വൈജ ഹോസ്പിറ്റലാണെന്നും അതുപോലെ തന്നെ വൈജയ്ക്ക് ഭയങ്കര സീരിയസ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അവർ ചെയ്തു വെച്ചതിൻ്റെ അവരിപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോളെ നീ അങ്ങനെയൊന്നും പറയരുതെന്ന് അലീന അനിയത്തിക്കുട്ടി ഉപദേശിക്കുക. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറയും. പിന്നെ പറയാൻ പാടില്ലെന്നൊക്കെ എനിക്ക് അറിയാൻ ചേച്ചി, പക്ഷെ അവരുടെ സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ് രേവതിക്കുട്ടി ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ഈ കാര്യം എല്ലാം കൂടി ഇവരിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവനെ കമല വിളിക്കുക. അപ്പോൾ കമല വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഇപ്പം നടന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം കമലയോട് വിശദീകരിച്ച് ശിവനെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ കാരണം ഉണ്ടായതല്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ കാണേണ്ടി വരും, എൻ്റെ പൊന്ന് ശിവേട്ട എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ ടെൻഷൻ അടിക്കല്ലേ, എന്തായാലും
ഈ ഒരു ആശുപത്രി വാസം, അതായത് വൈജയുടെ ഈ ഒരു ആശുപത്രി വാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങളൊന്ന് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കും, നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ശിവൻ ഭാര്യയോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് ഭാര്യയെ കൺവിൻസ് ചെയ്യിച്ചു. അതിനുശേഷം ഫോണും അങ്ങ് കട്ട് ചെയ്തു. പെങ്ങൾക്ക് ഇതായിട്ട് ആങ്ങളമാർ രണ്ടുപേരും ഇടവും വലവും ഭയങ്കര കരുത്തായിട്ട് ഇങ്ങനെ നിൽക്കുക. ബാലനാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ബാലൻ്റെ അടുത്തേക്ക് ഉമാർ ചെല്ലുന്നുണ്ടെങ്കിലും ബാലൻ്റെ മുഖത്ത് നോക്കി വലിയ സംസാരിക്കാനുള്ള താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അവിടെ ഇവിടെയും തൊടാതെ ഉമാരുടെ ഒരു ധാഷ്ട്യമുണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ബാലൻ്റെ മുന്നിൽ ചെല്ലുകയും ഡയലോഗ് ഇറക്കുകയൊക്കെ ചെയ്തിട്ട് ഉമാരങ്ങ് പോയി. അപ്പോൾ അവന്മാർ പോകുന്നത് വേറെ അങ്ങോട്ടും അല്ല, നമ്മുടെ അലീനയെ കാണാനാ. നേരെ ഉമാർ വീട്ടിലേക്ക് ചെന്നു. ഇടിച്ചങ്ങ് കയറി ചെന്നിട്ട് അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവന്മാരെ കണ്ടതും അലീന പേടിച്ചു പോയി. എടിയെന്നും പറഞ്ഞങ്ങ് ചെല്ലുമ്പോൾ ഭയങ്കര ഞെട്ടലോടുകൂടി അലീന ഇവന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു കുപ്പി അവിടെ ഇരുന്ന കുപ്പി എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഉമാരുടെ നേർക്ക് ഇങ്ങനെ അങ്ങ് പിടിച്ചു. അപ്പോഴേക്കും ഉമാർക്കും പേടിയായി. അപ്പോൾ അലീന സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ള ഉമാർക്ക് മനസ്സിലായി. അതിനുശേഷം ഉമാർ കുറച്ച് ഒതുങ്ങിയിട്ട് ഉമാർ അലീനയോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുക. അതായത് ഈ കുടുംബം തകർന്നത് നീ വന്നതിന് ശേഷമാണ്, അപ്പോൾ തന്നെ വൈജയ്ക്ക് വന്നിരിക്കുന്ന ദുരന്തം നീ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടിട്ടും ഈ ഒരു വീട് ഇതുപോലെ തകർന്ന് തരിപ്പണമായിട്ടും നിനക്കിവിടെ നിൽക്കാൻ എങ്ങനെ കഴിയുന്നു തുടങ്ങിയ രീതിയിലെല്ലാം ഇങ്ങനെ ചോദിക്കുക. അതൊക്കെ കേട്ട അലീന ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക. നീ ഇവിടെ നിന്ന് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, നിന്നെ സുരക്ഷിതമായ ഒരിടത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരിങ്ങനെ അലീനയോട് പറയുക. അപ്പോൾ അലീനയോടത് പറയുമ്പോൾ അലീനയ്ക്ക് മനസ്സുകൊണ്ടത് മനസ്സിലാകുന്നു. മനസ്സിലിങ്ങനെ ആ ഒരു ചിന്ത ഇങ്ങനെ വരുന്നു, താൻ കാരണമാണോ ഇങ്ങനെ ഒരു പ്രശ്നം ആ വീട്ടിലുണ്ടായത്. അപ്പോൾ അത് പണ്ട് തൊട്ടേ അലീനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടി കിടക്കുന്ന ഒരു കാർമേഘമാണല്ലോ. അപ്പോൾ അലീന ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും. അപ്പം എന്നിട്ട് ഇവന്മാർ പറഞ്ഞ് അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിച്ചു. അപ്പോൾ അലീന ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞു. നീ തനിച്ച് പോവണ്ട, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ തന്നെ മുൻകൈ എടുക്കുക. അങ്ങനെ അലീനയെ ബാലൻ്റെ വീട്ടിൽ നിന്ന് സിറ്റ് ഔട്ട് വരെ ഉമാർ ചാടിച്ചു. എന്നിട്ട് ഉമാരിങ്ങനെ അലീനയെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് അലീനയെ പറഞ്ഞ് വശീകരിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ. പാവം ചെകുത്താനും കടലിനും നടുവില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഇവന്മാർ പറയുന്നത് കേൾക്കണോ, അച്ഛൻ്റെ വാക്ക് കേൾക്കണോ, കുടുംബം തകരാതിരിക്കാൻ നോക്കണോ, ഒന്നും അറിയാതെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നടുവിൽ ഉത്തരം കിട്ടാതെ നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അവന്മാർ പറഞ്ഞതുപോലെ തന്നെ അലീന പുറത്തിറങ്ങി. അലീനയ്ക്ക് എന്നിട്ട് പോകാനും മനസ്സില്ല, പോകാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അലീന ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ്. അലീന ഇനി പോകുമോ, അതിന് പോകുന്നതിന് മുന്നേ തന്നെ അലീനയ്ക്ക് രക്ഷകരായിട്ട് ആരെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ളത് അടുത്ത എപ്പിസോഡിൽ കാത്തിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.